സാർ മാസീവ് എഡ്യൂക്കേഷണൽ എംപയർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ സാർ ബിസിനസ്സിൻ്റെ പീക്ക് ലെവലിൽ എത്തി നിൽക്കുകയാണ്. സോ വാട്ട് ഈസ് യുവർ ബിസിനസ് മന്ത്ര? മാസീവ് എഡ്യൂക്കേഷൻ എംപയർ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇറ്റ്സ് എ സർവീസ് ടു ദ സൊസൈറ്റി. ഇത് എൻ്റെ ഫാദർ പണ്ട് തുടങ്ങിയ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ എക്സ്പാൻഡ് ചെയ്ത് വളരെ നല്ല നിലയ്ക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ, മോർ ദാൻ 25-26 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിവിധ പ്രോഗ്രാംസോടുകൂടി 2 സ്റ്റേറ്റിലും ഇപ്പം മറ്റ് കൺട്രീസിലേക്കും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സർവീസാണ്. അതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക, ഏറ്റവും നല്ല ഇൻഡിവിജ്വൽസിനെ മോൾഡ് ചെയ്ത് ഒരു ട്രൂ സിറ്റീസണായി പുറത്തു കൊണ്ടുവരും. ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അത് എഡ്യൂക്കേഷൻ എന്ന നിലയ്ക്ക് അതിന് എംപയർ എന്നല്ല വിളിക്കാൻ കഴിയുക, ഒരു ക്വാളിറ്റി, ഒരു കോൺഗ്ലോമറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ബ്രാൻഡ് ഉണ്ട്, അതിന് ട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഔട്ട്കമാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ബിസിനസ്സിൽ ഇപ്പോൾ മേ ബി പീക്ക് എന്ന് പറയാൻ കഴിയില്ല. കാര്യം ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് ഏതൊരു വ്യക്തിയും അവനവൻ ചെയ്യുന്ന പ്രവൃത്തി പിന്നെയും കൂടുതൽ റിഫൈൻ ചെയ്ത് ബെറ്റർ ചെയ്ത് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്. ഇപ്പം എന്നെ പോലെയുള്ള ആളുകൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പാഷൻ ഉള്ളത് കൊണ്ട് ഡിഫറെൻറ്റ് മേഖലയിൽ കൈവച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനല്ല, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ്, അതുപോലെ മറ്റ് കൺസ്ട്രക്ഷൻ, IT, ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാ മേഖലയിലും നമ്മൾ ഒരു ട്രൈ നടത്തുന്നു. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ബോണ്ടിങ്ങും അതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും നോളജ്, അവരിലൂടെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വിവിധതരം റിസോഴ്സ് അല്ലെങ്കിൽ വിവിധതരം ഐഡിയാസ്, അതിനെ നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ബിസിനസ്സൊക്കെ. ഇതിൻ്റെ മന്ത്ര എന്ന് പറയുന്നത്, വാട്ട് യു ആസ്ക്ഡ്, മന്ത്ര എന്ന് പറയുന്നത് തന്നെ ഈ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ദാറ്റ് ഈസ് സ്റ്റുഡൻസും ടീച്ചേഴ്സും. അവരുടെ അറിവിൽ, അവരുടെ ഐഡിയാസ്, അവരുടെ പുതിയ ഇന്നോവേഷൻസ്, അതിനെ നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലെ പുതിയ കാര്യങ്ങൾ. അല്ലാണ്ട് ഇതിനായിട്ട് ഞാൻ ഇന്നത് ചെയ്യും അല്ലെങ്കിൽ ഇന്ന പോലെ അങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട്. അവിടെ എല്ലാം തന്നെ പല ആളുകൾക്കും അതിൻ്റേതായ ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇൻഡസ്ട്രീസിലാണെങ്കിലും നമ്മുടെ മറ്റു വെർട്ടിക്കൽസിലാണെങ്കിലും എല്ലാം തന്നെ NGയുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് കൂടുതൽ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നു. അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ പ്രൊഡക്ടിവിറ്റിയും അവരുടെ ഇന്നോവേഷൻസുമാണ് അവിടെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മാസീവായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അങ്ങനെയും പറയാൻ കഴിയില്ല. ഇറ്റ്സ് ഓൾ സർവീസ്, കണക്റ്റഡ്, ഇൻ്റർ കണക്റ്റഡ് ഈച്ച് അതർ. ഇതാണ് എൻ്റെ അതിനകത്തുള്ള ഒരു കാഴ്ചപ്പാട്. പിന്നെ ഇതിനെല്ലാം ശക്തമായിട്ടുള്ള ഒരു വിൽ പവർ വേണം. അത് എന്നെ പോലെയുള്ള ആളുകൾക്ക്, ഞാനൊരു ഡിഫൻസ് അല്ലെങ്കിൽ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഫൗണ്ടറായ എൻ്റെ അച്ഛൻ്റെ ടി കെ ദാസിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള ക്വാളിറ്റി, അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള രീതി, സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ദിവസമാണ്. അന്ന് എന്ത് ചെയ്യണമെന്ന് നമുക്ക് മുൻകൂട്ടി ധാരണയുണ്ടാവും. അത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യും. വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഒരു 24 hours നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വലിന് വേണ്ടത് എന്താ? 4 Ps ആണ്. നിങ്ങൾ മാനേജ്മെൻറ്റ് സ്റ്റുഡൻസൊക്കെ 4P എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. പക്ഷെ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഞങ്ങൾ 4Pനെ ഡിഫൈൻ ചെയ്ത് ഡിഫറെൻറ്റ് വെർട്ടിക്കലിലാണ്. ഒരു P എന്ന് പറയുന്നത് പ്രൈവറ്റ് ലൈഫാണ്, അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഒരു P എന്ന് പറയുന്നത് പബ്ലിക് ലൈഫാണ്, അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഈ പീസ് ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവുള്ളൂ. പിന്നെ വേറൊരു P പേഴ്സണൽ ലൈഫാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഹാപ്പിനെസ് ഉള്ളിടത്ത് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വളരെ ബുദ്ധിമുട്ടി ആരോ പറഞ്ഞ് എന്തോ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ സക്സസ്ഫുൾ ആവില്ല. നമ്മളിപ്പോഴും ഫ്രീ മൈൻഡായിരിക്കണം, വളരെ തോട്ട്ഫുൾ ആയിരിക്കണം, ലിറ്ററലി എൻജോയ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എപ്പോഴും സക്സസ്ഫുൾ ആവുന്നത് ഹാർഡ് വർക്കിംഗ് മാത്രമല്ല, ഈ എല്ലാ പോയിൻറ്റ്സും കമ്പൈൻ ചെയ്ത് ഏറ്റവും നന്നായി ജീവിക്കാൻ കഴിഞ്ഞാൽ, ഹാപ്പിനെസ്സോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആവും. ഇതിലുപരി സപ്പോർട്ട്, ടീം വർക്ക്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൂപ്പിനകത്ത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, മറ്റാളുകൾ എല്ലാം തന്നെ ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് എൻ്റെ സ്ട്രെങ്ത്. അതുകൊണ്ടാണ് ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ അവിടെ സക്സസ്ഫുൾ ആവുന്നത്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ മന്ത്രം എന്ന് പറയുന്നത്.